നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 27 മിഥുനം 13 വെള്ളിയാഴ്ച. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കാത്തിരിക്കുന്ന ദിവസമാണിത്. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ പെയ്യുന്നുണ്ട്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം. ചില ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്കെ വളരെ വിശദമായി പരിശോധിക്കാം. മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കും അറിയിപ്പുകളിലേക്കുമാണ് ആദ്യം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി 9 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാൽ, വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ, തൃശൂരിൽ നിന്ന് സൂരജ് സജി, അതുപോലെ എറണാകുളത്ത് നിന്ന് YS അഭിനന്ദ്, കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം മനീഷ് മഹിബാലിലേക്കാണ്. മനീഷ്, എന്താണ് ഇന്ന് പൊതുവായി ഏതൊക്കെ ജില്ലകളിലാണ്, എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, മഴയുടെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും, വരും മണിക്കൂറുകളിൽ മഴ എങ്ങനെയായിരിക്കും, എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്? ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പൊതുവായ സാഹചര്യം, രാവിലെ മുതൽ മഴയുണ്ടോ മനീഷ്? സംസ്ഥാനത്ത് കാലവർഷത്തെ മഴ കനക്കുന്നത് പ്രത്യേകിച്ചും ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നതാണ്. ഇത്തവണ അത് ബംഗാൾ, അത് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലാണ് ഈ രീതിയിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടത് ന്യൂനമർദ്ദമായി മാറി വലിയ രീതിയിൽ കാറ്റോടുകൂടിയ മഴയാണ് ഈ മഴയുടെ പ്രത്യേകത. ഈ കഴിഞ്ഞ ഈ കാലവർഷത്തിലൊക്കെ ഉണ്ടായ മഴയുടെ പ്രശ്നം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയിൽ വലിയ രീതിയിലുള്ള കെടുതികൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെയും വലിയ കെടുതികളുണ്ടായി. സംസ്ഥാനത്ത് മരണങ്ങളടക്കം, തിരുവനന്തപുരം ജില്ലയിലടക്കം മരണമുണ്ടായ ദിവസമാണ്. നിലവിൽ 2 ദിവസത്തേക്കുള്ള മഴ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അത് 5 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് അതിശക്തമായ അതിതീവ്രമായ മഴ പെയ്യാനുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിൽ കൂടി അടുത്ത 3 ദിവസത്തേക്ക്, അതായത് 29-ാം തീയതി വരെ എവിടെയും റെഡ് അലേർട്ട് നിലവിൽ പ്രവേശിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ അലേർട്ടുകൾ മാറാൻ കൂടി സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒരു ജില്ലയിലും റെഡ് അലേർട്ട് ഇല്ലെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ ഈ രീതിയിൽ കാറ്റ് 50 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കാനുള്ള കാറ്റും ഈ മഴയുടെ ഈ രീതിയിലുള്ള അപകടാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് 7 ജില്ലാ ഭരണകൂടങ്ങൾ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് പ്രൊഫഷണൽ കോളേജുകൾ അവധിയില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന് 3 താലൂക്കുകൾ കൂടി അവധിയുണ്ട്. നിലമ്പൂർ, ചേർത്തല, കുട്ടനാട്, ഒപ്പം തന്നെ കണ്ണൂരിലെ ഇരിട്ടി, 4 താലൂക്കുകൾ കൂടി ഇന്ന് ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രത്യേകിച്ചും കുട്ടനാട്, ചേർത്തല തുടങ്ങിയിട്ടുള്ള താലൂക്കുകൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ അവധി പല ജില്ലകളിലും പ്രഖ്യാപിക്കുന്നു. ഇന്നലെ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഇനി അവധിയെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ പത്തനംതിട്ടയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. തൃശ്ശൂരിലും ആ രീതിയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. എറണാകുളത്തും എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പക്ഷേ വയനാട് ജില്ലയിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി. കോട്ടയത്തും എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഒപ്പം തന്നെ മലയോര മേഖലയിലേക്ക് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ അടുത്ത 28, അതായത് നാളെ വരെ മലയോര മേഖലയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചും മൂന്നാറിലേക്ക് പോകുന്ന ഗ്യാപ്പ് റോഡിലൂടെ രാത്രികാല നിരോധനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും വിലക്കുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ചും കണ്ണൂർ, കാസർഗോഡ് മേഖലയിലാണ് ആ 2 ജില്ലകൾക്ക് തീരദേശ മേഖലയിൽ സമുദ്ര ഗവേഷണ പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ 4 മീറ്റർ ഉയരത്തിൽ തിരമാല വരാനും ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് 2 ജില്ലകളിൽ മാത്രമാണുള്ളത്. അങ്ങനെ മഴ മുന്നറിയിപ്പുകൾ ഇന്ന് രാവിലെ കൂടി പുതുക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 29 വരെ ഉള്ള മഴ മുന്നറിയിപ്പുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 29-ന് യെല്ലോ അലേർട്ട് മാത്രമാണുള്ളത്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ്. താരതമ്യേന തെക്കൻ ജില്ലകളിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്.
ഇനി അവധി ഏതൊക്കെ ജില്ലകളിലാണെന്ന് പരിശോധിച്ചാൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടേഴ്സ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ഇടുക്കിയിലും വയനാട്ടിലും റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മലപ്പുറത്ത് നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും ഇന്ന് അവധിയാണ്. പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, കുട്ടനാട് താലൂക്കുകളിലും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി പ്രഖ്യാപിച്ച ജില്ലകളിൽ പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കും. ഇനി ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിലെ സാഹചര്യം എന്താണ്? രാവിലെ മുതൽ മഴയുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊക്കെ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്ന കാര്യം രാഹുൽ വിജയൻ പങ്കുവയ്ക്കും. അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സാഹചര്യം എന്താണ് എന്നുകൂടി രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 134.80 അടിയായി. റൂൾ കർവ് പാലിക്കാൻ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറന്നേക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞപ്പോൾ ഏറ്റവും അധികം ജാഗ്രത വേണ്ടത് ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കാൻ സാധ്യതയുണ്ട്. ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്? ഇപ്പോൾ എങ്ങനെയാണ് മഴ അവിടെ? ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുകുക എന്നാണ് തമിഴ്നാട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ എന്തായാലും ആ മഴ മാറി നിൽക്കുകയാണ്. കാര്യമായിട്ടുള്ള മഴ ഇന്നലെ രാത്രിയിൽ പരക്കെ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 5600 ക്യൂസെക്സ് വെള്ളം മാത്രമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. 1867 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. നിലവിൽ 134.80 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. റൂൾ കർവ് 136 അടിയാണ്. ഇത് പാലിക്കുന്നതിന് വേണ്ടി, റൂൾ കർവ് പാലിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് പോവുക. 142 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷി എന്ന് അറിയാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ റൂൾ കർവ് പരിധിയുണ്ട്. 2018 പ്രളയത്തിന് ശേഷം ഓരോ ഡാമുകൾക്കും അതാത് സമയങ്ങളിൽ മഴക്കാലം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഓരോ ഘട്ടത്തിലും എത്ര വെള്ളം സംഭരിക്കാമെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂൾ കർവ് നിലവിൽ വരികയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നിലവിൽ 136 അടി എന്ന റൂൾ കർവ് ഉള്ളത്. അത് പാലിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നാളെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ തന്നെ തുറക്കുക എന്ന് തമിഴ്നാട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഇടുക്കിയിലെ ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയെ തുടർന്ന് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ആളുകൾക്ക് നേരിയ തോതിലെങ്കിലും ആശങ്കയുണ്ട്. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം കൂടി എത്തിയാൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഈ വണ്ടിപ്പെരിയാർ അതുപോലെ തന്നെ മഞ്ജുമല ഈ ഭാഗത്തൊക്കെ, ആറ്റോരം ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളം കയറാൻ സാധ്യതയുള്ള മേഖലകളാണ്. അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇടുക്കിയിൽ പരക്കെ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയൊന്നും കാര്യമായ മഴ പെയ്തിട്ടില്ല. അത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ദേവികുളം അതുപോലെ തന്നെ പീരുമേട് ഭാഗങ്ങളിൽ ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്റ്റീന. ശരി, രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു ജാഗ്രതയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ചില നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു. രാത്രി യാത്രയുടെ കാര്യത്തിലടക്കം അത് നീട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ പൊതുവെ മഴ കുറവാണ് എന്നുള്ളതാണ് രാഹുൽ വിജയൻ പങ്കുവയ്ക്കുന്നത്. ഇനി തൃശ്ശൂരിലെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെ നഗരമേഖലയിൽ അടക്കം വെള്ളം കയറുന്ന നിലയുണ്ടായിരുന്നു. ചാലക്കുടി പുഴ കരകവിയുന്ന നിലയുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വരും മണിക്കൂറുകളിൽ മഴ എങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നത്? എത്രത്തോളം ജാഗ്രതയിലാണ് ജില്ല? ടി കെ, മഴ ശക്തമായി തന്നെ തൃശ്ശൂരിൽ തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരവും രാത്രിയും അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയും എല്ലാം തന്നെ ശക്തമായ മഴയാണ് തൃശ്ശൂരിന്റെ മലയോര മേഖലയിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. നഗരത്തിലടക്കം ശക്തമായ മഴ തന്നെ പെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലടക്കം അതിശക്തമായ വെള്ളക്കെട്ടടക്കമാണ് രൂക്ഷമായിരിക്കുന്നത്. 22 ക്യാമ്പുകൾ ഇതിനോടകം തന്നെ ജില്ലയിൽ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 22 ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിരിക്കുന്നത്. അതിൽ 517 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു
പാർപ്പിച്ചു എന്നുള്ള ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒടുവിലത്തെ കണക്ക് പുറത്തു വരുമ്പോഴേക്കും ഇത് ഉയരാനാണ് സാധ്യത. അത്രമാത്രം രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ചേർപ്പ്, പുള്ള തുടങ്ങി ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇന്നലെ ചാലക്കുടി പുഴയിലായിരുന്നു ജലനിരപ്പ് ഉയർന്ന് ചെറിയ ആശങ്കകൾക്കിടയാക്കിയത്. വീടുകളിലേക്കടക്കം വെള്ളം കയറുകയും ചെയ്തു. ചാലക്കുടി പുഴയിൽ പക്ഷേ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ ഈ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാം തുറന്നിട്ടുണ്ടെങ്കിൽ പോലും ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരുന്നില്ല. പക്ഷേ കരിവന്നൂർ പുഴയിലടക്കം വെള്ളം ഉയർന്ന് ചേർപ്പടക്കമുള്ള മേഖലകളിൽ വലിയ പ്രതിസന്ധിക്കിടയാക്കുന്നുണ്ട്. തീരദേശ മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഈ മലയോര മേഖലയിലൂടെയുള്ള യാത്രക്കടക്കം ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ടി കെ, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. മഴ കനത്തത് മുതൽ വയനാട്ടിലെ പല മേഖലകളിലുള്ളവരും വലിയ ആശങ്കയിലാണ്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒപ്പം ഓറഞ്ച് അലർട്ടാണല്ലോ നിലനിൽക്കുന്നത്. ടി കെ, ക്രിസ്റ്റീന, ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മഴയ്ക്ക് വലിയ രീതിയിലുള്ള കുറവുണ്ടായിരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മഴ ഒന്ന് ആഞ്ഞു പെയ്താൽ വെള്ളം ആദ്യം കയറുന്ന ഒരു പ്രദേശമാണിത്. ഇത് മണിയങ്കോട് നിന്ന് കമ്പളക്കാട്ടേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി സ്ഥിരം ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് വാഴ പൂർണ്ണമായും മുങ്ങിയ നിലയിൽ നമുക്ക് കാണാൻ പറ്റും. മറുഭാഗത്തുകൂടി പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴ ഒഴുകുന്നതിന് ആ റോഡ് മുറിച്ച രീതിയിലാണ് ഇപ്പോൾ വെള്ളം വകഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഉള്ളത്. എന്തായാലും രാത്രിയിൽ മഴക്കുറവുണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ സ്ഥിതി ഇതായിരുന്നില്ല. ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടർ ഇന്ന് ഉയർത്തുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പിൽവേ ഷട്ടറിൽ സെക്കൻഡിൽ 50 ക്യൂബിക് ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് തുറന്നുവിടും എന്നുള്ളതാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. പനമരം പുഴ, കരമാൻ തോട്, അതോടൊപ്പം തന്നെ കബനിപ്പുഴ എന്നിവിടങ്ങളിലുള്ള തീരങ്ങളിലുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേരി അംഗൻവാടിയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 21 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പെരിഞ്ചേരിയിലെ വീടുകൾക്ക് സമീപം ശക്തമായ രീതിയിൽ തന്നെ ഉറവ ഉണ്ടായി. ഇതേ തുടർന്നാണ് ഈ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. പുളിഞ്ഞാൽ ഭാഗത്ത് റോഡിൽ ഗർത്തം വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടിന്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുള്ളത്. നേരത്തെ പറഞ്ഞ വെള്ളമുണ്ട വില്ലേജിലെ പുളിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ള ഒരു പാറ ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണുള്ളത്. ജലാശയങ്ങളിലും തോടുകളിലും പുഴയിലും ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഈ മീൻ പിടിക്കാനോ കുളിക്കുന്നതിനോ നീന്തുന്നതിനോ ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പുഴയിലൊന്നും ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്നലെ പകൽ കനത്ത രീതിയിൽ ഇടവിട്ട ശക്തമായ മഴയായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായി അത്ര കണ്ട് വലിയ തോതിൽ ഉള്ള ഒരു മഴയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ടി കെ, ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വയനാട് ജില്ലയുടെ കാര്യത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട നദികളിൽ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ആശങ്ക. ഇപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഇന്നലെ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ഇന്നലെ അർദ്ധരാത്രിയിലും അതിശക്തമായ മഴ തുടരുന്ന നിലയുണ്ടായിരുന്നു. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ടോ? ജില്ല പുലർത്തേണ്ട ജാഗ്രത ഏത് തരത്തിലാണ്? ഏതൊക്കെ മേഖലകളിൽ ജാഗ്രത വേണം മിഥില? ശ്രീജിത്ത്, നിലവിലിപ്പോൾ നഗരപ്രദേശങ്ങളിൽ മഴയില്ല, ചാറ്റൽ മഴയാണ്. പക്ഷേ അതേസമയം മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കക്കയം ഡാമാണ്. കക്കയം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ അതിശക്തമായ മഴയാണ്. രാത്രി അതിശക്തമായ മഴയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 758.05 മീറ്ററിൽ ജലനിരപ്പ് എത്തിയിരിക്കുന്നു. ഇത് ജലസംഭരണിയുടെ മാക്സിമം നിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ 2 ഷട്ടറുകൾ ഒരടി വീതം ഉയർത്തിയിട്ടുണ്ട്. ആ ഒരടി ഉയർത്തിയത് കൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയിലാണ് ഇതിൻ്റെ ഒരു ജലനിരപ്പ് കൂടുക. ഈ കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്
ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ഒക്കെയാണ്. അത്തരം പുഴകളിലുമെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാവൂരിൽ ഇന്നലെ 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരപരിധിയിൽ മഴയില്ല, ചാറ്റൽ മഴ മാത്രമാണുള്ളത്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായിരുന്നു. മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ 25ഓളം ഹോട്ട്സ്പോട്ടുകൾ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹോട്ട്സ്പോട്ടുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്നും ആളുകളെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാടാണ് മറ്റൊന്ന്. വിലങ്ങാടും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. നിലവിലിപ്പോൾ വിലങ്ങാട് മേഖലയിൽ മഴയില്ല എന്ന വിവരമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കക്കയം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിലുള്ളവർക്കാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. രജിത്ത്, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥില ബാലൻ. ഇനി മലപ്പുറത്തു നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തും പല മേഖലകളിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത സാധ്യതാ മേഖലകൾ ഏറെയുള്ള ഒരു ജില്ലയാണ്. ഓറഞ്ച് അലേർട്ടുമാണല്ലോ. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ടി കെ. പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ ഇന്നലെ രാവിലെയൊക്കെ കനത്ത മഴയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പുലർച്ചെ വരെ വലിയ തോതിലുള്ള ഒരു മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇന്നലെ രാവിലെ വലിയ ഒരു മഴ പെയ്തതിൽ തന്നെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ മേഖലയിലാണ്. അവിടെ തന്നെയാണ് കൂടുതലായിട്ടുള്ളൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് 92 അംഗ NDRF സംഘം നിലമ്പൂരിലെത്തി. കഴിഞ്ഞ ആഴ്ച തന്നെ എത്തിയിരുന്നു. ഇവരവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ളൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി NDRFിൻ്റെ സംഘം അവിടെ തന്നെ ഉണ്ട്. അവിടെ ഇപ്പോൾ ജ്യോതിപ്പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുണ്ടാവും. ഇന്നലെ പല ഭാഗങ്ങളിലേക്കും അവിടെ മരം പൊട്ടി വീണ അതിൽ ഗതാഗത കുരുക്ക് 1 മണിക്കൂറിലേറെയൊക്കെ നീണ്ട ഗതാഗത കുരുക്കുകൾ ഉണ്ടായിരുന്നു. നാടുകാണി ചുരം വഴി പോകുന്നവർക്ക് അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആവശ്യത്തിന് മാത്രം പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മൈസൂർ, ഊട്ടി ഭാഗങ്ങളിലേക്ക് നിരന്തരം വിനോദസഞ്ചാരികൾ പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ യാത്രകളൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ മാറ്റിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ ചാലിയാറാണ് ഇപ്പോൾ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുകയും അത് കുത്തിയൊഴിച്ച് ഒഴുകുകയും ചെയ്തത്. വയനാട്ടിലോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ വനമേഖലയിലോ മഴ പെയ്താൽ പോലും ചാലിയാറിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം കൂടുന്നതാണ്. അവിടെ കോട്ടപ്പുഴ ഉൾപ്പെടെയുള്ള എല്ലാ പുഴകളിലും നല്ല രീതിയിൽ തന്നെ ജലനിരപ്പ് ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ, ഇപ്പോൾ ആദിവാസി നഗറുകൾ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൽ അടിയിലാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഭാഗങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അതിലൊരു ആശ്വാസം ഉണ്ടാവുക. പൊന്നാനിയെ സംബന്ധിച്ച് അവിടെ കടൽക്ഷോഭമാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഒപ്പം തന്നെ കാറ്റടിക്കുന്നുണ്ട്. ഈ കാറ്റിൽ അവിടുത്തെ വൈദ്യുതി ബന്ധം ഇന്നലെ താറുമാറായിരുന്നു. അത് KSEB ശരിയാക്കി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ജില്ലയിലെ ഒരു പൊതുവായിട്ടൊരു ചിത്രം. നിലമ്പൂർ താലൂക്കിൽ മാത്രമാണ് ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിൽ സ്കൂളുകൾ പ്രവർത്തിക്കും. പറഞ്ഞതുപോലെ തന്നെ പൊതുവെ ഒരു ജാഗ്രതാ നിർദ്ദേശം മലപ്പുറം ജില്ലയിലും നിലനിൽക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ചാലിയാറിന്റെ തീരത്തൊക്കെ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ കൂടുതൽ മഴ ലഭിച്ചത്, ജില്ലയുടെ കാര്യത്തിൽ കൂടുതൽ മഴ ലഭിച്ചത് നിലമ്പൂർ മേഖലയിലാണ്. അവിടെയൊക്കെ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. വിപിൻ സി വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ മരണം 5ആയി. 3 പേരെ കാണാതായി. കുളു, മണാലി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. മിന്നൽ പ്രളയം വലിയ പ്രതിസന്ധിയാണല്ലോ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. 250ഓളം പേരെ രക്ഷപ്പെടുത്തിയതായി ഭരണകൂടം, പോലീസ് അധികാരികളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും തിരച്ചിൽ തുടരുന്നുവെന്നാണല്ലോ മനസ്സിലാക്കാനാകുന്നത്. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ തുടരുകയാണ്. പ്രധാനമായും ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് ഈ അതിശക്തമായ മഴ അതിരൂക്ഷമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസം 9 ഇടങ്ങളിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. 3 ഇടങ്ങളിൽ മേഘവിസ്ഫോടനവും ഉണ്ടായി. ഇതിൽ മരണം 5ആയി ജില്ലാ ഭരണകൂടങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ 4 പേരെ മരിച്ച് 4 പേര് തിരിച്ചറിഞ്ഞിരിക്കുന്നു.
തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ ഉത്തർപ്രദേശ് സ്വദേശിയും ഒപ്പം തന്നെ ജമ്മു കശ്മീർ സ്വദേശിയും ഉൾപ്പെടുന്നുണ്ട്. ഒരാളെ ഇനിയും തിരിച്ചറിയാനുണ്ട്. ഒപ്പം തന്നെ നിരവധി പേരെ കാണാതായതായുള്ള റിപ്പോർട്ടുകൾ, അത് പ്രദേശവാസികളെ കാണാതായതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴുമുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. 250-ലേറെ പേരെ ഇതിനകം രക്ഷപ്പെടുത്തിയതായി സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സാംഗ്ല വാലിയിലെ 31 പേരടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇവർക്ക് സഹായം എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നു. കുളു, മണാലി അടക്കമുള്ള ഇടങ്ങളിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. അതിൽ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചിരിക്കുന്നത് കുളുവിലും കാംഗ്ര വാലിയിലുമാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഡൽഹി, ഹരിയാന, ഒപ്പം തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് കാലവർഷം എത്തുകയാണ്. ഇന്ന് ഡൽഹിയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇതും അതിനെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, ഉത്തരേന്ത്യയിൽ ശക്തമായ മഴയും ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ 5 മരണം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതിൽ 4 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നോക്കാം ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ അറസ്റ്റ്. ബിജെപി പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്ത സിബിഐ. പിടിയിലായത് അരുൺ ഡേ. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ്, സെക്യുലർ പദങ്ങൾ നീക്കം ചെയ്യണമെന്ന് RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലേ. അടിയന്തരാവസ്ഥയുടെ കാലത്ത് കോൺഗ്രസ് ഭരണഘടനയിൽ ചേർത്തതാണിതെന്നും അദ്ദേഹം പറയുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും RSS നേതാവ്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റമുണ്ടാകുമെന്ന് സൂചന നൽകി മന്ത്രി KN രാജണ്ണ. സെപ്റ്റംബറിന് ശേഷം സംസ്ഥാനത്ത് രാഷ്ട്രീയ പുനഃസംഘടനയെന്ന പ്രസ്താവന. പരാമർശം സിദ്ധരാമയ്യ 2.5 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ BJP വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നുവെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും BJP വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും വിമർശനം. കർണാടകയിലെ മെലെ മഹാദേശ്വര വന്യജീവി സങ്കേതത്തിൽ 5 കടുവകൾ ചത്ത നിലയിൽ വിഷം കൊടുത്തു കൊന്നതാകാമെന്ന് പ്രാഥമിക നിഗമനം. അന്വേഷണം പ്രഖ്യാപിച്ച വനം മന്ത്രി. ഇറാൻ ഇസ്രയേൽ സംഘർഷം നിലനിൽക്കുമ്പോൾ US ഇറാൻ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. CNN ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാനെ ചർച്ചകളിലേക്ക് തിരികെ എത്തിക്കാൻ അമേരിക്ക വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചതായും CNN റിപ്പോർട്ട് ചെയ്തു. അതേസമയം അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ പദ്ധതിയില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. ഇപ്പോ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പറയുന്നു. ഒപ്പം തന്നെ ഇറാനെ ഒരു ആണവ കരാറിലേക്ക് കൊണ്ടുവരാൻ പല വാഗ്ദാനങ്ങളും അമേരിക്ക നൽകിയിരുന്നുവെന്ന് CNN റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തല്ലോ. മുൻപ് പലതവണ ഈ CNN മാധ്യമപ്രവർത്തകരെയും റിപ്പോർട്ടുകളെയും ഒക്കെ തള്ളിക്കളഞ്ഞ ആൾ കൂടിയാണല്ലോ ഡൊണാൾഡ് ട്രംപ്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ഈ പറഞ്ഞതെല്ലാം വാസ്തവമാണ്. കാര്യം മാധ്യമങ്ങളും ഡൊണാൾഡ് ട്രംപും തമ്മിൽ അത്ര രസത്തിലല്ല എല്ലാ കാലത്തും. ഇപ്പോൾ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ബോംബറുകൾ നടത്തിയ ആക്രമണത്തിൽ വിവാദം ഈ കത്തിപ്പടരവെ ഇതാദ്യമായി ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരികയാണ്. ഞായറാഴ്ച പുലർച്ചെ നടത്തിയ ഈ ബോംബർ ആക്രമണങ്ങളിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിരിക്കുകയാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ വന്ന് പറയുകയാണ്. അബ്ബാസ് അരാഗ്ചിയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് വ്യക്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടനയായ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള ഒരു സഹകരണം ഇറാൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ഒരു ബില്ലിന്റെ ഒരു അംഗീകാരം നൽകുന്നതിന്റെ ഇടയിലായിരുന്നു ഈ അബ്ബാസിയുടെ പരാമർശം എന്നാണ് ഏറെ ശ്രദ്ധേയം. ആണവ നിലയങ്ങളുടെ ഈ നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തുവാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസി ഉദ്യോഗസ്ഥർ വരണമോ,
അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന നാശനഷ്ടങ്ങൾ അവരെ നേരിട്ട് അറിയിക്കണമോ എന്നുള്ളത് ഇറാൻ പാർലമെന്റ് ആയിരിക്കും അന്തിമമായി തീരുമാനിക്കുക എന്നും അദ്ദേഹം പറയുന്നു. അതേസമയം അമേരിക്കയും ഇറാനും അടുത്തയാഴ്ച ആണവ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നലത്തെ പ്രഖ്യാപനം അബ്ബാസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നിലവിൽ അത്തരം ആലോചനകളൊന്നും ഇറാൻ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷം നിലനിൽക്കുമ്പോൾ US ഇറാൻ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റീജിത്ത് പറഞ്ഞതുപോലെ സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കായിട്ടും അതുപോലെ ആണവ പദ്ധതി നിർമ്മിക്കുന്നതിനായിട്ട് ഇറാന് ഏതാണ്ട് $30 ബില്യൺ വരെ നൽകി സഹായിക്കുക, അതുപോലെ സാമ്പത്തിക ഉപരോധങ്ങൾ ഒരുപാട് ഇറാൻ നേരിടുന്നുണ്ട്, അത് ലഘൂകരിച്ചു കൊടുക്കുക, ഇറാന്റെ വിദേശ ബാങ്കുകളിലുള്ള നിയന്ത്രിത ഇറാനിയൻ ഫണ്ടുകളുണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ സ്വതന്ത്രമാക്കി കൊടുക്കുക എന്നിവയെക്കുറിച്ചെല്ലാം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമായി ഇതിന്റെ ഇടയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇറാനെ ഈ ചർച്ചാ മേശയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിക്ക് നേരെ നടത്തിയ ഈ US വ്യോമാക്രമണം സംബന്ധിച്ച് പെന്റഗൺ പുറത്തുവിട്ട ഇന്റലിജൻസിന്റെ പ്രാഥമിക വിലയിരുത്തലുകൾ US കോൺഗ്രസിലെ ഡെമോക്രാറ്റുകൾ ചോർത്തിയതായിട്ടുള്ള ഒരു ആരോപണവുമായി പ്രസിഡന്റ് ട്രംപ് വന്നിരിക്കുക. ഈ ചോർത്തിയവരെ കുറ്റവിചാരണ ചെയ്യണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണ, റീജിത്ത്. കൊട്ടാരക്കര, ഈ ഇന്ത്യയുമായ ഒരു വലിയ വ്യാപാര കരാർ ഉടൻ ഉണ്ടാകും എന്ന ട്രംപിന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാവുന്നുണ്ട്, ചർച്ചയാവുന്നുണ്ട്. നേരത്തെ ചൈനയുമായി ഉണ്ടാക്കിയ കരാർ, അതിന് പിന്നാലെ ഇന്ത്യയുമായും വലിയൊരു വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന ട്രംപിന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണേണ്ടത്, മധു? ശ്രീജിത്ത്, ഈ താരിഫ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് വിവിധ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പേര് എടുത്തു പറഞ്ഞ് ഹാർലി ഡേവിഡ്സൺ പോലുള്ള വാഹനങ്ങളുടെയൊക്കെ ഉയർന്ന നികുതി എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അതും നരേന്ദ്രമോദി വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന സമയത്താണ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ തുടർന്ന് ഇന്ത്യയും അമേരിക്കയുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്ന് തന്നെ ആരംഭിച്ചതാണ്. അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതിനെ പറ്റിയായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കേൾക്കേണ്ടതായിട്ട് ഇരിപ്പുണ്ട്. ചൈനയുമായിട്ടൊക്കെ ഉള്ള ഒരു കാര്യങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് കടന്ന സ്ഥിതിക്ക് ഇന്ത്യയുമായിട്ടും ആ താരിഫിൽ ഒരുമിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. റീജിത്ത്, ക്രിസ്റ്റിന. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ല എന്ന കാര്യം ഇറാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. മധു കൊട്ടാരക്കര കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകളിലേക്ക്. CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാകും ഇന്നത്തെ പ്രധാന ചർച്ച. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അവലോകന ചർച്ചയിൽ ഇന്നലെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. പാർട്ടി വോട്ടുകൾ PV അൻവർ ചോർത്തിയെന്നും അഭിപ്രായമുണ്ടായി. അൻവറിനെ തുറന്നുകാട്ടുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും നേതാക്കൾ വിമർശിച്ചു. ചർച്ചകൾക്ക് ഇന്ന് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയും. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, സെക്രട്ടേറിയറ്റിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള വിമർശനം സംസ്ഥാന സമിതിയിലും ഉയർന്നു. അത് MV ഗോവിന്ദന്റെ RSS പരാമർശത്തിന്റെ കാര്യത്തിൽ, അതുപോലെ അൻവറിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണുന്നതിലോ അല്ലെങ്കിൽ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്താണ് എന്ന് വിലയിരുത്തുന്നതിലോ പരാജയപ്പെട്ടു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിന് സെക്രട്ടറി മറുപടി പറയാൻ പോകുന്നു. വിശദാംശങ്ങൾ മനീഷ്. ബുധനാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്നലെയും ഇന്നുമാണ് സംസ്ഥാന കമ്മിറ്റി. ഇന്ന് സംസ്ഥാന കമ്മിറ്റി സമാപിക്കും. സമാപനത്തിന് മുൻപ് തന്നെ സെക്രട്ടറി ചർച്ചയിൽ ഉണ്ടായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകും. പ്രധാനമായും MV ഗോവിന്ദൻ തന്നെ വെച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലായിരുന്നു ചർച്ചയുണ്ടായത്. പ്രധാനമായും മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ച പേരെടുത്ത് പറഞ്ഞ വിമർശനങ്ങളാണ് വലിയ രീതിയിൽ ഉണ്ടായത്. അതായത് പാർട്ടി സെക്രട്ടറി തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പാർട്ടി രാഷ്ട്രീയമായി ആശയപരമായ പാർട്ടിയുടെ അടിത്തറയാണ് RSSനോടുള്ള കടുത്ത എതിർപ്പുള്ള നിലപാട്. അത് പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാട് കൂടിയാണ്. ആ നിലപാടിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ നിലപാടിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ RSSുമായി സഖ്യമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് എന്ന പരാമർശം വലിയ രീതിയിൽ പാർട്ടി അണികൾക്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തന്നെ ഉള്ള ആശയക്കുഴപ്പമുണ്ടായി. പക്ഷേ കൃത്യമായ സംഘടനാ പ്രവർത്തനം അവിടെ ഉണ്ടായി. ആ രീതിയിലുള്ള പരാമർശം
എം വി ഗോവിന്ദന്റെ പരാമർശമല്ല പാർട്ടി വോട്ടുകൾ അവിടെ കുറയാനുള്ള കാരണം. അത് പല കാരണങ്ങളുണ്ട്. അതായത് PV അൻവറിന്റെ ഫാക്ടറുണ്ട്. കൃത്യമായ ഇടത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുറന്ന് കാണിക്കാൻ അവിടെ സാധിച്ചില്ല. ഒപ്പം തന്നെ പാർട്ടി വോട്ടുകൾ ഒക്കെ തന്നെ ചോർന്നത് അത് അൻവറിന്റെ പാളയത്തിലേക്ക് പോയി അന്ന് അടക്കമുള്ള വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ പേര് പറഞ്ഞ് എം വി ഗോവിന്ദന് നിശിതമായ വിമർശനമുണ്ടെങ്കിൽ പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശനമുണ്ടായി എന്നതാണ് ഏറ്റവും ഏറെ ശ്രദ്ധേയമായ കാര്യം. അതായത് വഴിവിട്ട് ഉദ്യോഗസ്ഥനായ MR അജിത് കുമാറിനെ സഹായിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉയർന്നു. തൃശൂർ പൂരം കലക്കലിൽ ഒപ്പം തന്നെ BJP ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള ആരോപണത്തിൽ പെട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥനെ വഴിവിട്ട് സഹായിക്കുകയാണ് സർക്കാർ എന്ന പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായ ഒരു മന്ത്രി കൂടി ഈ രീതിയിൽ അയാൾ തൃശൂർ പൂരം കലക്കലിന് വേണ്ടി ഇടപെട്ടു എന്ന തരത്തിലുള്ള സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വഴിവിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള അടക്കമുള്ള വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചുമുണ്ടായി. എന്താണെങ്കിലും അതിനൊക്കെയുള്ള എല്ലാ മറുപടിയും ഇന്ന് ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടറി എന്ത് മറുപടിയായിരിക്കും ഇതിനൊക്കെ തന്നെ നൽകുക എന്നാണ് നോക്കിക്കാണേണ്ടത്. ശ്രീജിത്ത്, ക്രിസ്റ്റീന. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ പിടികൂടിയ നരഭോജി പുലിയെ കാട്ടിൽ തുറന്നുവിട്ടു. ടോപ്പ് സ്ലിപ്പ് വനമേഖലയിലാണ് തുറന്നുവിട്ടത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. വിവരങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വാലപ്പാറയിലെ പച്ചമലയിൽ വീട്ടുമുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്ന 6 വയസ്സുകാരിയെ പുലി പിടികൂടി കൊണ്ടുപോയി ഭക്ഷിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെ പിറ്റേ ദിവസമാണ് ഈ കുട്ടിയുടെ ഈ ശരീരത്തിന്റെ ഭാഗങ്ങളടക്കം ഈ വനമേഖലയിൽ നിന്ന് കണ്ടെടുക്കുന്നത്. അതേ തുടർന്നാണ് ഈ കുട്ടിയുടെ വീടിന് സമീപവും അതുപോലെ തന്നെ ഈ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തുമെല്ലാം കൂട് സ്ഥാപിച്ച് ഈ പുലിയെ പിടികൂടാനുള്ള ഒരു നീക്കം വനംവകുപ്പ് ആരംഭിക്കുകയും ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഈ പുലി കൂട്ടിലാകുകയും ചെയ്തത്. പിന്നീട് ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ ചർച്ചകൾ നടത്തിയാണ് ഈ പുലിയെ വനമേഖലയിൽ തന്നെ തുറന്നുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്ന പൊള്ളാച്ചി മേഖലയിലുള്ള ഈ വനമേഖലയിലാണ് ഈ പുലിയെ തുറന്നുവിട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ പുലിയെ അവിടെ എത്തിക്കുകയും തുറന്നുവിടുകയുമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, TK. ശരി, സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് 135 അടിയായി. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. റൂൾ കർവ് പാലിക്കാൻ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറന്നേക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, അല്പസമയം മുമ്പ് രാഹുൽ ചില അപ്ഡേറ്റുകൾ നൽകിയിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് 135 അടിയായി ഉയർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ റൂൾ കർവ് പാലിക്കുക എന്നുള്ളതും അവിടെ നടപ്പാക്കേണ്ടതാണല്ലോ. വിശദാംശങ്ങൾ. കൃഷ്ണ, ഓരോ മണിക്കൂറിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ്. വനത്തിനുള്ളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. ഒഴുകിയെത്തുന്നത് 5500 ഘനയടി വെള്ളമാണ്. പക്ഷേ തമിഴ്നാട് കൊണ്ടുപോകുന്ന 1867 ഘനയടി വെള്ളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നില്ലെങ്കിൽ പോലും ഇടവേളകളിൽ അത് ഉയരാനുള്ള സാധ്യത നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തമിഴ്നാട് പറയുന്നത്. 136 അടിയാണ് റൂൾ കർവ്. ഈ പരിധി പാലിക്കുന്നതിന് വേണ്ടി നാളെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാനുള്ള ഒരു നടപടി ഉണ്ടായേക്കും. അതിന്റെ ആദ്യത്തെ വാണിംഗ് ഇന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട തോതിലേക്ക് വെള്ളം തുറന്നു വിടില്ല. നിയന്ത്രിത അളവിൽ മാത്രമായിരിക്കും. തുറന്നു വിട്ടാൽ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുക്കുക. ശരി, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിയായി ഉയർന്നിട്ടുണ്ട്. വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നിയന്ത്രിതമായ അളവിലായിരിക്കും. അങ്ങനെ നിലവിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന കാര്യം കൂടി അധികൃതർ അറിയിക്കുന്നുണ്ട്. ആലപ്പുഴ ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരെ വലച്ച് അധികൃതർ. നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ച ബസ് സ്റ്റാൻഡിൽ മാസങ്ങളായിട്ടും താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രം പോലും സജ്ജീകരിച്ചിട്ടില്ല. ഇതോടെ മഴയും വെയിലുമേറ്റാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ പ്രധാന KSRTC ബസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് ചെങ്ങന്നൂർ. നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ബസ് സ്റ്റേഷൻ അടിമുടി നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പൊളിച്ചു നീക്കിയത്. മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. യാത്രക്കാർക്ക് താൽക്കാലിക സൗകര്യങ്ങളും ഏർപ്പെടുത്തിയില്ല. ഇപ്പൊ 4 മാസം പിന്നിട്ടിരിക്കുകയാണ് ഇത് പൊളിച്ചിട്ട്. ഇവിടെ ആൾക്കാർ മഴ നനയാതെ വെയിലുകൊള്ളാതെ നിൽക്കുന്നു. അവിടുന്ന് ഓടി ചെല്ലുമ്പോഴത്തേക്കും ബസ് വിട്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ അധികാരികൾ യാതൊരുവിധ സജ്ജീകരണങ്ങളും ഒരുക്കുന്നില്ല. വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്ന് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KR അജീഷ് കുമാർ. ചെങ്ങന്നൂർ MLAയുടെ ഫണ്ടിൽ നിന്നും
PWDക്ക് പൈസ അനുവദിച്ചിട്ടുണ്ട്. സാങ്ഷന് വേണ്ടി ആലപ്പുഴ കളക്ടറേറ്റിൽ പോയിരിക്കുകയാണ്. 4.4 ലക്ഷം രൂപയാണ് നമുക്കിപ്പം താൽക്കാലിക ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി PWDക്ക് കൊടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ 32,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 24 ആലപ്പുഴ. തലചായ്ക്കാനിടമില്ലാതെ കൊച്ചിയിലെ തെരുവുകളിൽ അന്തി ഉറങ്ങുന്നവർക്ക് ആശ്വാസവാർത്ത. തെരുവിൽ കഴിയുന്നവർക്കായി നൈറ്റ് ഷെൽട്ടർ പദ്ധതി ആരംഭിക്കാനൊരുങ്ങുകയാണ് കൊച്ചി നഗരസഭ. ജില്ലാ ഭരണകൂടവുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. മെട്രോ നഗരം ഇങ്ങനെ കളർഫുള്ളായി ബഹുദൂരം പായുമ്പോൾ ജീവിതത്തിന്റെ നിറങ്ങൾ മങ്ങിപ്പോയ ചില ജീവിതങ്ങളെ കാണാം. മെട്രോ തൂണുകൾക്കും പാലത്തിനുമൊക്കെ അടിയിലായി തെരുവുകളിൽ അന്തിയുറങ്ങുന്ന ഒരുപാട് ജീവിതങ്ങൾ. ഇവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട നൈറ്റ് ഷെൽട്ടർ പദ്ധതി ആരംഭിക്കാനൊരുങ്ങുകയാണ് കൊച്ചി നഗരസഭ. ജില്ലാ ഭരണകൂടവും നഗരസഭയും അർബൻ ലീവ്ലിഹുഡ് മിഷനും പീസ് വാലിയും ചേർന്നാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. GCDയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ് നൈറ്റ് ഷെൽട്ടറിനായി ഒരുക്കുന്നത്. പോലീസ് സുരക്ഷ ഉറപ്പാക്കിയായിരിക്കും പുനരധിവാസം ഉറപ്പുവരുത്തുക. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അതിന് നമ്മൾ പോലീസുകാരുടെ സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പം പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടാവും. അവരായിരിക്കും മിക്കവാറും ഇവരെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 വാർഡന്, അതേപോലെ ഒരു അറ്റൻഡർ, ഒരു ക്ലീനിങ് സ്റ്റാഫ്, അതേപോലെ ഒരു പോലീസുകാരനൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പം തീരുമാനിച്ചിട്ടുള്ളത്. 300-ലധികം പേരാണ് നഗരത്തിൽ അന്തിയുറങ്ങാനിടമില്ലാതെ തെരുവിൽ കഴിയുന്നത്. നിലവിലുള്ള പദ്ധതികൾക്കൊപ്പം നൈറ്റ് ഷെൽട്ടർ കൂടിയാകുമ്പോൾ യാചകരുടെ പുനരധിവാസം കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷ. തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് തണലാവുകയാണ് കൊച്ചി കോർപ്പറേഷന്റെ നൈറ്റ് ഷെൽട്ടർ പദ്ധതി. നാളെയുടെ രാത്രികളിൽ ഇനി ഇവർക്ക് സമാധാനമായി അന്തിയുറങ്ങാം. മാഹിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ഭാരതാംബ വിവാദത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോരിനയവില്ല. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സർക്കാർ പരിപാടികളിൽ ഇത്തരം ബിംബങ്ങൾ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തി മുഖ്യമന്ത്രിയും നേരത്തെ ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഔദ്യോഗിക പരിപാടികളിൽ ഇത് കർശനമാക്കണമെന്നും ഇതിന് വിരുദ്ധ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിരുന്നു. സർക്കാർ ഗവർണർ പോരിൽ തുടർ നീക്കമെന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. വിവാദങ്ങൾക്കിടെയാണ് തൃശൂരിൽ നടന്ന കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിൽ മന്ത്രി പി പ്രസാദും ഗവർണറും വേദി പങ്കിട്ടത്. വിമർശനം പ്രതീക്ഷിച്ചിടത്ത് മന്ത്രിയെ പുകഴ്ത്തുകയായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചെയ്തത്. ഗവർണറുടെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ കേരള സർവകലാശാലയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തേക്കും. കഴിഞ്ഞ ദിവസം സംഘാടകർക്കെതിരെ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ DGPക്ക് പരാതി നൽകിയിരുന്നു. പരിപാടി നടത്താനുള്ള അനുമതി റദ്ദാക്കിയിട്ടും സംഘാടകർ അനധികൃതമായി ഹാൾ ഉപയോഗിച്ചെന്നാണ് രജിസ്ട്രാർ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അനുമതി നൽകിയപ്പോൾ പരിപാടിയിൽ മതപരമായ ആരാധനകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ പാടില്ല എന്ന് പ്രത്യേകമായി പരാമർശിച്ചിരുന്നു. ഇത് ലംഘിച്ചതിനാലാണ് സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് അനുമതി നിഷേധിച്ചത്. അതേസമയം ചാൻസലറായ ഗവർണറുടെ പരിപാടി തടയാൻ ശ്രമിച്ച രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നു. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് രാവിലെ 10 മണിക്ക് തൃശൂരിൽ ചേരും. BJP ജില്ലാ ഓഫീസ് നവോഭവനിൽ വെച്ച് ചേരുന്ന യോഗം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. ഭാരതാംബ വിവാദമടക്കം യോഗത്തിൽ ചർച്ചയായേക്കുമെന്നാണ് സൂചന. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രകടനവും യോഗത്തിൽ ചർച്ചയായേക്കും. ജില്ലാ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിലകപ്പെട്ട് വീട് വിട്ടിറങ്ങിയ യുവതിയെ 24 വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് കണ്ടെത്തി. കിളിമാനൂർ സ്വദേശി പാർവതിയെയാണ് തമ്പാനൂർ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ വീട് വിട്ടിറങ്ങിയ പാർവതിയെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഉത്തരേന്ത്യൻ അക്കൌണ്ടുകളിലേക്ക് പാർവതി പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. നിലവിൽ കിളിമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പാർവതിയെ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പാർവതിയുടെ തിരോധാനം 24 ആണ് വാർത്തയാക്കിയത്. SFI 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് കോഴിക്കോട് പതാക ഉയർന്നു. സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി PM മുഹമ്മദ് റിയാസാണ് പൊതുസമ്മേളന നഗരിയായ കോഴിക്കോട് കടപ്പുറത്തെ KV സുധീഷ് നഗറിൽ പതാക ഉയർത്തിയത്. ഇന്ന് രാവിലെ 10 മണിക്ക് പലസ്തീൻ സോളിഡാരിറ്റി നഗറിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു
പ്രതിനിധി സമ്മേളനത്തിന്റെ പതാക ഉയർത്തും. 11-ന് മാധ്യമപ്രവർത്തകൻ ശശികുമാർ, നാടക സംവിധായകനും നടനുമായ MK റെയ്ന എന്നിവർ ചേർന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന പൂർവ്വകാല നേതൃസംഗമത്തിൽ മുൻ അഖിലേന്ത്യാ ഭാരവാഹികളായ MA ബേബി, പ്രകാശ് കാരാട്ട്, ബിമൻ ബസു, A വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുക്കും. 29-ന് വൈകിട്ട് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതോടെ പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാകും. തിങ്കൾ രാവിലെ 11-ന് നടക്കുന്ന വിദ്യാർത്ഥി റാലി കോഴിക്കോട് കടപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇനി ചില കായിക വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. ഫിഫ ക്ലബ് ലോകകപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. യുവന്റസിനെ 2-5 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ജയത്തോടെ സിറ്റി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അടുത്ത റൗണ്ടിലേക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിൽ തുടരും. സൗദി ക്ലബ്ബുമായുള്ള കരാർ 2027 വരെ നീട്ടി. വലൻസിയൻ പ്രതിരോധ താരം ക്രിസ്ത്യാൻ മൊസ്ക്വേരയെ ടീമിലെത്തിക്കാൻ നീക്കം തുടങ്ങിയ ആഴ്സണൽ. താരവുമായുള്ള ചർച്ച തുടങ്ങിയ ഇംഗ്ലീഷ് ക്ലബ്ബ്. ഇംഗ്ലണ്ടിനെതിരായ 1-ാം ടെസ്റ്റിലെ മോശം ബൌളിംഗിൽ പ്രസിദ്ധ് കൃഷ്ണയെ വിമർശിച്ച് മുൻ പേസർ ഇർഫാൻ പത്താൻ. പ്രസിദ്ധ് 1-ാം ടെസ്റ്റിൽ പന്തെറിഞ്ഞ എക്കണോമിയിൽ സഹതാരം ജസ്പ്രീത് ബുംറയ്ക്ക് 2020-ൽ ബൌൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിമർശനം. ബ്രിഡ്ജ് ടൗൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 190 റൺസിന് പുറത്ത്. മിച്ചൽ സ്റ്റാർക്കിന് 3 വിക്കറ്റ്. വിൻഡീസ് നിരയിൽ തിളങ്ങിയത് 48 റൺസെടുത്ത ഷായ് ഹോപ്പ് മാത്രം. ഇനി ചില അറിയിപ്പുകൾ. തിരുവനന്തപുരം വഞ്ചിയൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന സൈനിക റെസ്റ്റ് ഹൌസിൽ കെയർടേക്കർ ഒഴിവിലേക്ക് അപേക്ഷ നൽകാം. വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 9. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയിൽ ഒലിഗോസ്പാർമിയ രോഗത്തിന് 25 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള പുരുഷന്മാർക്ക് സൗജന്യ ചികിത്സ നൽകുന്നു. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സൗജന്യ ചികിത്സ. എറണാകുളം കുന്നുകര ഗ്രാമപഞ്ചായത്തിൽ യോഗ പരിശീലകരെ ആവശ്യമുണ്ട്. അവസാന തീയതി ഇന്ന്. എറണാകുളം ഞാറക്കൽ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ക്ലർക്ക് തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. നിശ്ചിത യോഗ്യതയുള്ളവർ ജൂലൈ 8-നകം അപേക്ഷിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധം. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കോട്ടയം ജില്ലാ ടീം തെരഞ്ഞെടുപ്പ് ട്രയൽസ് ഈ മാസം 29-ന് ബസേലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ട്രയൽസിൽ 2012, 2013 വർഷങ്ങളിൽ ജനിച്ചവർക്ക് പങ്കെടുക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൌക്കത്തിന് സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വൈകിട്ട് 3:30-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, തിളക്കമാർന്ന വിജയത്തോടെ നിലമ്പൂരിന്റെ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് നിയമസഭയിലേക്ക് എത്താൻ പോവുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും? വിശദാംശങ്ങൾ വിപിൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു വമ്പിച്ച വിജയത്തിന് ശേഷം UDF പ്രതിനിധിയായ ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 3:30-ന് നിയമസഭാ ഹാളിലുള്ള ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. 3:30-നാണ് ഇതിന്റെ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നത്. നിയമസഭ ചേരുന്നത് ഇനി ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ മാസത്തിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേകമായി ഇന്ന് നിയമസഭാ അംഗമായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സ്പീക്കർ AN ഷംസീറിന്റെ മുൻപാകെയാണ് ഈ ചടങ്ങ് നടക്കുകയും ചെയ്യുക. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇന്ന് ആര്യാടൻ ഷൌക്കത്തിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതിനുശേഷം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 11,077 വോട്ട് എന്നുള്ള വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമെന്ന LDF-ഉം UDF-ഉം ഒരുപോലെ പറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിൽ, ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു വാതിൽ എന്നുള്ളത് LDF തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് വലിയ വിജയം UDF-നെ കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അത് UDF-നകത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് അത് ചെറുതല്ല. ഇന്ന് ആ വിജയത്തിനെ ഒരു വിലയിരുത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ യോഗം കൂടി ചേരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ആര്യാടൻ ഷൌക്കത്ത് കടക്കുന്നത്. റിജിത്ത്. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പുതിയ KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന്. പുനഃസംഘടനയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലും വിവാദ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ശശി തരൂർ MP യോഗത്തിൽ പങ്കെടുക്കില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത്. എന്നാൽ യോഗത്തിൽ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കും. പുനഃസംഘടന സംബന്ധിച്ച നിർണായക തീരുമാനം സമിതിയിലുണ്ടാകും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പൂർണ്ണ പുനഃസംഘടന ദോഷം ചെയ്യുമെന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. സമ്പൂർണ്ണ അഴിച്ചുപണി ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലുമുണ്ടാകും. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി പാർട്ടിയിൽ മുറുമുറുപ്പുണ്ട്. രമേശ് ചെന്നിത്തല ഇക്കാര്യം യോഗത്തിൽ ഉയർത്തിയേക്കും. വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം ചർച്ചയാകും. മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള നേതാക്കളുടെ നിലപാടും രാഷ്ട്രീയകാര്യ സമിതിയിൽ അറിയിക്കും. PV അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തിരികെ എത്തിക്കാനുള്ള ശ്രമവും ചില നേതാക്കൾ നടത്തുന്നുണ്ട്. RJDയെ UDFൽ എത്തിക്കാനും ശ്രമമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയാവുമെങ്കിലും അന്തിമ തീരുമാനമുണ്ടാവില്ല. ഡോക്ടർ ശശി തരൂർ MP ഉയർത്തുന്ന വെല്ലുവിളികളും ചർച്ചയാകും. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ശശി തരൂർ MP യോഗത്തിൽ പങ്കെടുക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗത്തിന്റെ അജണ്ടയാണ്. വാർഡ് ഡീലിമിറ്റേഷൻ സംബന്ധിച്ച കോൺഗ്രസിന്റെ തുടർ നിലപാടും യോഗത്തിൽ കൈക്കൊള്ളും. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് മലപ്പുറത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം വിലയിരുത്തൽ എന്നിവയാണ് മുഖ്യ അജണ്ടകൾ. ഉച്ചയ്ക്ക് 2 മണിക്ക് മലപ്പുറം ലീഗ് ഓഫീസിൽ വെച്ചാണ് യോഗം. PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് UDFൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പവും ചർച്ചയാകും. കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് ചേരുന്നത്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ മുന്നണിയിൽ ആവശ്യപ്പെടാനുള്ള തീരുമാനം പാർട്ടി കൈക്കൊണ്ടേക്കും. UDF നേതാക്കൾ സ്വാഗതം ചെയ്യുന്നതിനിടയിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ആയതിനാൽ ഈ വിഷയവും ചർച്ചയായി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിനാലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് കാരണം പാലിയേക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഉപഹർജിയാണ് പരിഗണിക്കുക. കഴിഞ്ഞ തവണ ദേശീയപാത അതോറിറ്റി അതിരൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചിരുന്നു. ഗതാഗത കുരുക്കിന്റെ കാരണം സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി രേഖാമൂലം മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ ഹരിത കർമ്മസേനാംഗങ്ങളുടെ വേതനം തട്ടിയെടുത്ത സംഭവത്തിൽ നടപടി കടുപ്പിച്ചു മേയർ. എല്ലാ വാർഡുകളിലെയും കൺസോർഷ്യം സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവരുടെ അക്കൌണ്ട് പരിശോധിക്കാൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തട്ടിപ്പ് കണ്ടെത്തിയ പുന്നക്കാമുകൾ വാർഡിൽ പ്രത്യേക പരിശോധന നടത്താനും നിർദ്ദേശം. മേയർ പൂജപ്പുര പോലീസിന് നൽകിയ പരാതിയിൽ ഉടൻ അന്വേഷണം ആരംഭിക്കും. BJP കൌൺസിലർക്ക് എതിരെയുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള CPIMന്റെ രാഷ്ട്രീയ നാടകമെന്നാണ് BJPയുടെ ആരോപണം. തട്ടിപ്പ് നടന്നതിന് പിന്നാലെ ഹരിതകർമ്മ സേനാംഗത്തെ BJP കൌൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. തുടർന്ന് കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷ കൌൺസിലർമാർ പ്രതിഷേധവുമായെത്തി. പ്രതിഷേധം കനത്തതോടെ BJP LDF കൌൺസിലർമാർ കഴിഞ്ഞ ദിവസം സംഘർഷം ഉണ്ടായി. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ്സുകാരി ആശിർ നന്ദയുടെ ആത്മഹത്യയിൽ മാതാപിതാക്കളുടെ മൊഴിയെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ശ്രീജിത്തെ, കഴിഞ്ഞ ദിവസം കൂടുതൽ അധ്യാപകരെ പുറത്താക്കിയ വിവരമൊക്കെ വന്നിരുന്നു. പ്രതിഷേധങ്ങൾ വീണ്ടും തുടരുന്ന പശ്ചാത്തലത്തിൽ മാതാപിതാക്കളുടെ മൊഴിയെടുത്തിട്ടുണ്ടല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് വീട്ടിലെത്തി കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി എടുത്തിരിക്കുന്നത്. മാതാപിതാക്കളോട് വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളും, സ്കൂളിൽ നടന്ന കാര്യങ്ങളും തങ്ങളുടെ മുൻപിൽ വെച്ച് കുട്ടിയെ കൊണ്ട് 9ാം ക്ലാസ്സിൽ നിന്ന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ 8ാം ക്ലാസ്സിൽ ഇരിക്കാമെന്ന കുട്ടി എഴുതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇന്നലെ മാനേജ്മെന്റ് പക്ഷേ ഇത് ഈ കുട്ടിയെ കൊണ്ട് എഴുതി വാങ്ങിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. എന്തായാലും 24 ആ വാർത്ത നൽകിയതോടുകൂടി നമ്മളാണ് ആ കുട്ടി മറ്റൊരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗിലുള്ള ഇത്തരത്തിൽ മറ്റൊരു ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പോയിരിക്കാമെന്ന തരത്തിലുള്ള ആ ഒരു കത്ത്, ആ കുറിപ്പ് നമ്മളാണ് പുറത്തുവിട്ടത്. അതിനുശേഷം അക്കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. നിരവധി മാതാപിതാക്കൾ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇന്നലെയൊക്കെ ഉണ്ടായത്.
അതായത് ഈ വിഷയത്തിൽ കേസെടുക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും സുപ്രധാനമായ വിവരം ഈ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ് മറ്റൊരു കുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. ആ ആത്മഹത്യക്കുറിപ്പ് പോലീസിന്റെ പക്കലുണ്ട്. ആ പേരിലുള്ള ആ 2 അധ്യാപകരെ കൂടി നിലവിൽ സ്റ്റെല്ല, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചറായ സ്റ്റെല്ല, അതുകൂടാതെ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി അടക്കമുള്ള അധ്യാപകരെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു. ഇത് കൂടാതെ ഇപ്പോൾ 2 അധ്യാപകരെ കൂടി അതിൽ ഇതിൽ പേരുള്ള അമ്പലി അർച്ചന എന്ന 2 അധ്യാപകരെ കൂടി ഇപ്പോൾ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചു. SFIയുടെയും അതുപോലെ തന്നെ MSFന്റെയും ASFന്റെയും ഒക്കെ വലിയ പ്രതിഷേധം അവിടെ നടന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പുറത്താക്കൽ നടപടി ഉണ്ടായത്. എന്നാലും പുതിയ PTA നിലവിൽ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ വീണ്ടും അധ്യയനം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു പൊതു അസംബ്ലിയോടുകൂടി ആശീർവാദയ്ക്ക് അനുശോചനം അർപ്പിച്ച് ഇത്തരത്തിൽ ക്ലാസ് തുടങ്ങാനാണ് തീരുമാനം. എന്തായാലും ഇന്നും ഈ വിഷയത്തിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ അന്വേഷണം. നീതി ലഭിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ കുടുംബം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി മകൻ BS അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VS അച്യുതാനന്ദനെ തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഇന്ന് രാവിലെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഡോക്ടേഴ്സിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം? മനീഷ് മഹിവാൽ. വിജിത്ത്, നിലവിൽ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. നിലവിൽ ഡയാലിസിസ് തുടരുകയാണ്. അദ്ദേഹത്തിന് ക്രിയാറ്റിന്റെ ലെവൽ അധികമായി കൂടിയത് കൊണ്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ക്രിയാറ്റിൻ ലെവൽ ക്രമാതീതമായി അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഡയാലിസിസ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ്. ഒപ്പം തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ECGയിൽ ഇടവിട്ട് വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു ആ രീതിയിലുള്ള ഒരു ആശങ്കാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ECGയിൽ പലതവണയും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ തിങ്കളാഴ്ച 5 ദിവസമായി നിലവിൽ അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. ഈ 5ാം ദിവസവും നേരിയ പുരോഗതി ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ഈ രീതിയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ കൂടി ECGയിലെ പ്രശ്നവും ഒപ്പം തന്നെ വൃക്കകളുമായി ബന്ധപ്പെട്ട വൃക്കകൾ കൂടുതൽ അപകടാവസ്ഥയിലേക്കാകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. നിലവിൽ നെഫ്രോളജി, കാർഡിയോളജി, ന്യൂറോളജി തുടങ്ങിയിട്ടുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു മെഡിക്കൽ ബോർഡ് ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വിലയിരുത്തിയിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഡയാലിസിസ് പൂർണ്ണമായും കഴിയും. രാവിലെ കൂടി മെഡിക്കൽ ബുള്ളറ്റിൻ വരും. ഇന്നലെ മുൻ മന്ത്രി KK ശൈലജ, ഒപ്പം തന്നെ മന്ത്രി V ശിവൻകുട്ടി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ജർമ്മനിയിൽ നിന്ന് ഇന്ന് രാവിലെയോടുകൂടി നാട്ടിലെത്തും. അദ്ദേഹത്തിന്റെ ഭാര്യ വസുമതി അദ്ദേഹത്തെ ഇന്നലെ സന്ദർശിച്ചിരുന്നു. പക്ഷേ അടുത്ത ബന്ധുക്കളും VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തന്നെ ആരോഗ്യനില തുടരുന്നു എന്നാണ് മകൻ ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. ഇന്ന് രാവിലെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.